ഈ മൊത്തം രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം എടുക്കുക, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആകെയുള്ളൊരു 57% പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ നൽകുന്ന വരുമാനമാണ്. 57% കേന്ദ്രം ഉണ്ടാക്കുന്നതല്ല. കേന്ദ്രത്തിൻ്റെ വീതം പറഞ്ഞാൽ വെറും 43%. അതേസമയം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അതാണ് പ്രത്യേകത, 73% സംസ്ഥാനം ഉണ്ടാക്കുന്നതാണ്. കേന്ദ്രത്തിൻ്റെ കേന്ദ്രം കേരളത്തിലെ നൽകുന്നത് വെറും 27%. കൂടുതൽ നല്ല ഈ വരുമാന മാതൃക കേരളത്തിൻ്റെതാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കേരളത്തിൻ്റെ നമ്മൾ വളരെ നമ്മുടേതായ മേഖലകൾ കണ്ടെത്തി ആ മേഖലകളിൽ നിന്ന് പരമാവധി നികുതി വരുമാനമുണ്ടാക്കി ഇവിടെ നല്ല മൂലധന നിക്ഷേപം ആ രീതിയിൽ നടത്തി ഉൽപ്പാദന പ്രക്രിയയിലൂടെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. 73% സംസ്ഥാനം നൽകുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഈ തനത് വരുമാനം നോക്കിക്കഴിഞ്ഞാൽ ദേശീയ ശരാശരി ഈ GDP-യുടെ നികുതി വരുമാനം കേട്ടോ, തനത് നികുതി വരുമാനം പറഞ്ഞാൽ അതിൻ്റെ ഒരു വളർച്ച നോക്കിക്കഴിഞ്ഞാൽ 7%. കേരളത്തിൻ്റേതാണെങ്കിൽ കേരളത്തിൻ്റെ സംസ്ഥാന GDP നോക്കിക്കഴിഞ്ഞാൽ അത് 9.07% എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലുള്ള വളർച്ച 7%, സംസ്ഥാന തലത്തിലെന്ന് പറഞ്ഞാൽ 9.07%. ഇതാണ് എന്ന് പറഞ്ഞാൽ കേരളം മാതൃകയാണ്. ഈ കാര്യത്തിലെല്ലാം ദേശീയ തലത്തിലും കേന്ദ്ര സർക്കാരുമായി നോക്കുമ്പോഴും കേരളം വളരെ മാതൃകയാണ്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഇപ്പോൾ നമ്മൾ കടമെടുപ്പിൻ്റെ കാര്യം നോക്കാം. 2021-22 43,000 കോടി രൂപ നമുക്ക് കടമെടുക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ 2022-23 ആയപ്പോഴേക്കും അത് വെറും 22,000 കോടിയായി ചുരുങ്ങി. അല്ല, അത് പലരും പറയുന്നതിലൊരു വ്യത്യാസമുണ്ട്. കേരളം കൂടുതൽ കടം ചോദിക്കുന്നു എന്നാണ്. അല്ല, കേരളം അതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള വായ്പ എടുക്കാനുള്ള അനുമതിയാണ് ചോദിക്കുന്നത്. ആ പരിധി കുറച്ചു കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതിനെതിരെയാണ് കേരളത്തിൽ 43,000 കോടി എന്നത് 22,000 കോടിയായി. ഇനി അടുത്ത വർഷം എന്തായിരിക്കും അവസ്ഥ? ഇത് വീണ്ടും ചുരുക്കും. അടുത്ത വർഷം വീണ്ടും ചുരുക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ ഇത് മാത്രമല്ല, ഇതിനനുബന്ധമായി ഒരുപാട് കണക്കുകൾ, ഒരുപാട് തെളിവുകൾ ഈ കേരള സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നീതിമാനായ ഒരു ജസ്റ്റിസിനും അത് തള്ളിക്കളയാൻ പറ്റില്ല. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ സുപ്രീം കോടതി എല്ലാം കൈക്കൊള്ളുന്ന സമീപനം പറഞ്ഞാൽ ഇത് നിങ്ങൾ തമ്മിലുള്ള വിഷയമാണ്, ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഭരണപരമായ വിഷയമാണ്, അത് നിങ്ങൾ തമ്മിൽ തീർക്കുക, ഇതിനകത്ത് ഇടപെടില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി എന്ത് ചെയ്യുമെന്നാൽ ഈ ഹർജി പിൻവലിക്കാൻ അനുവദിക്കും. ഹർജി തള്ളിക്കഴിഞ്ഞാൽ പ്രതീതി ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, ഈ ഹർജി പിൻവലിക്കൂ, നിങ്ങൾ ചർച്ചയിലൂടെ പ്രശ്നം അതല്ല ചെയ്യുന്നത്. ഇത് ചർച്ച നടത്തണം. ഒരുപാട് തവണ ചർച്ച നടത്തിയതാണ്. അത് വേറെ കാര്യം. അതാ കോടതി ഇടപെടുന്ന ചർച്ചയാണ്. അല്ല, ഇതാ പറഞ്ഞു, കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ ഇനി ചർച്ച നടത്തിയതിനു ശേഷം ഈ കേന്ദ്ര സർക്കാർ കോടതിയിൽ ഒരു മറുപടി പറയണം. ആ മറുപടി കോടതിക്ക് ബോധ്യപ്പെടണം. തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും പല നിർദ്ദേശവും നൽകാൻ സാധിക്കും.